ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു RC കാർ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ RC കാർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ RC കാർ. അപ്പോൾ നമുക്ക് ഇതിന്ന് എടുക്കാം. ഒരു പിങ്ക് കളർ RC കാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ റിമോട്ട് ഇതിൽ വരുന്നത്. പിന്നെ ഒരു മാനുവൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ടയേഴ്സ് ഉണ്ട്. ഇത് റബ്ബർ ടയേഴ്സ് ആണ്, ഇത് പ്ലാസ്റ്റിക് ടയേഴ്സ് ആണ്. ഇത് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എക്സ്ട്രാ കോൺസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാറിൽ ബാറ്ററി കണക്ട് ആക്കാം. ഇത് വരുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്യണം. പിന്നെ ഒരു 1 മണിക്കൂർ ചാർജ് ചെയ്താൽ മതി, അത് ഫുൾ ചാർജ് ആവും. നമുക്കിത് കണക്ട് ആക്കാം. നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇനി ചാർജ് ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ 2 പിന്ന്, പിന്നെ ബാക്കിൽ 2 പിന്നുണ്ട്. അങ്ങനെ 4 ഉണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാം. ഈ ബോഡി ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് എവിടെ തട്ടിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2നും ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വണ്ടി വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് നിരത്തി വെച്ച് ഓടിച്ചു നോക്കാം. നമ്മളിതിൽ ബാറ്ററി ഒക്കെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഇതിപ്പോൾ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് ആണ്, പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഇതിനപ്പോൾ നമുക്ക് എക്സ്ട്രാ കോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെക്കാം. ഇപ്പം നമ്മൾ ഇതിൽ പ്ലാസ്റ്റിക് ടയേഴ്സ് മാറ്റിയിട്ട് റബ്ബർ ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഡ്രിഫ്റ്റ് ആവില്ല. അപ്പോൾ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഇപ്പം ഇതിന് നല്ല ഗ്രിപ്പ് കൂടിയിട്ടുണ്ട്. ഇത് ഡ്രിഫ്റ്റ് ആവണില്ല. ഇതിൽ 2 സ്പീഡ് ഉണ്ട്, ഒന്ന് ലോയും ഒന്ന് ഹൈയും. ഇപ്പം നമുക്കിതൊന്ന് ലോയിലിട്ട് ഓടിച്ചു നോക്കാം. ഇനി നമുക്കൊന്ന് ഹൈയിലിട്ട് ഓടിച്ചു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വേഗം വരാം.